അപ്പോൾ ഇന്നൊരു അടിപൊളി റൈസ് ഉണ്ടാക്കട്ടെ. അതിനായിട്ടൊരു കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്ത് അത് നന്നായി വഴഞ്ഞു വന്നപ്പോൾ നമ്മൾ തക്കാളി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതെന്ത് റൈസാന്ന് പറഞ്ഞില്ല അല്ലേ, നല്ലൊരു വെജിറ്റബിൾ റൈസാണ് വിത്ത് പനീർ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ്, ബീൻസ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പനീർ, അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസും പനീറൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിനയില, മല്ലിയില, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ കഴുകി വെക്കുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് നമുക്ക് അരി ഇതിലേക്ക് ചേർത്തങ്ങ് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുക. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി റെഡിയാവും. പിന്നെ അതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ നമ്മുടെ കാഷ്യൂ, മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഓണിയൻസും. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴേക്കും കുക്കർ വിസിലൊക്കെ വന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ട്. ഇനി ഇതെല്ലാം കാഷ്യൂ, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം.